ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമ്മളൊരു സെമി റിയലിസ്റ്റിക് ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ബ്ലെൻഡ് ചെയ്യുക എങ്ങനെയൊക്കെയെന്ന്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഈ ട്യൂട്ടോറിയൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ഞാനിങ്ങനെ ഡോട്ട്സ് പോലെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ, കളർ പല്ലറ്റ്സ് പോലെ. അത് ഈ ഒരു റെഫറൻസ് ഇമേജിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏത് പിക്കാണോ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്, റെഫറൻസ് ഇമേജിൽ നിന്ന് പിക്ക് ചെയ്യുക. പിന്നെ ഈ കാണുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ്, അപ്പോൾ നമ്മൾ പോസ്ചർ ഫിൽറ്റർ ഇട്ടിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്യാം. പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ പോയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. പിക്സാർട്ട് ഓപ്പണായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പണായിട്ട് വന്നതിന് ശേഷം നമുക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ടോണൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതിനെ പോസ്റ്ററൈസ് ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പോസ്റ്ററൈസ് ആക്കി അതിൻ്റെ കളേഴ്സും അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് 100ലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ഓരോ ടോൺസ് വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സഹായത്തോടുകൂടെ നമുക്ക് ചെയ്യാം. ഇതൊരു ബിഗിനർ ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പോസ്റ്റർ ഇമേജ് ഇട്ടിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ്, അതായത് ഒറിജിനൽ റെഫറൻസ് പിക്ചറിൽ നിന്ന് തന്നെ കളേഴ്സ് പിക്ക് ചെയ്ത് നമുക്ക് ട്രേസ് ചെയ്തിട്ട് വരച്ച് ഫില്ല് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ ബിഗിനേഴ്സ് ഈ ഒരു പിക്സാർട്ടിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചറിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. എന്തിനാണ് ഒപ്പാസിറ്റി കുറച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഔട്ട്ലൈൻ ഇട്ടാണ്. ഏതൊരു പിക്ചറായാലും ഔട്ട്ലൈൻ ആക്യുറേറ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ അതിൽ ലെഗസി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലുള്ളൊരു പെൻസിലാണ് ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻ ഇടാൻ. ഓക്കെ, നമുക്ക് ഔട്ട്ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഹെയറൊക്കെ വരയ്ക്കുന്ന ഭാഗം വരുമ്പോൾ എന്താ ചെയ്യാം, അതിൻ്റെ ഹെയർ ഡയറക്ഷൻ അനുസരിച്ച് വരയ്ക്കണം. അപ്പോൾ ഹെയർ ഡയറക്ഷൻ അനുസരിച്ച് വരയ്ക്കാം. അപ്പോൾ ഓരോ ലൈൻസും ഹെയർ ഡയറക്ഷൻ അനുസരിച്ച് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഹെയറിൻ്റെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ മീൻസ് ആ ലൈൻസൊക്കെ ചെറുതും വലുതൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് പെൻസിലിൻ്റെ സൈസ് ചെറുതും വലുതൊക്കെ ആയിട്ട് വരയ്ക്കുക. ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, കൂടുതൽ റിയലിസ്റ്റിക് ആയി ആവണം പിക്ചർ എന്ന് ആഗ്രഹിക്കുന്നവർ ടൈം എടുത്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻസ് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് വരച്ചെടുക്കുക. ഗൈസ് നോക്കൂ, ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്, അതായത് ഐബ്രോ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കുന്നത് കൺപീലികളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൂം ചെയ്ത് കൺപീലികളുടെ ഓരോ ലൈൻസും എടുത്തെടുത്ത് വരയ്ക്കാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം ലെയറിൽ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ മറ്റൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ലെയേഴ്സ് എടുത്ത് വരയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ആ കൺപീലിയുടെ ഡയറക്ഷൻ അനുസരിച്ച് വരച്ചെടുക്കുക.
ഓക്കെ, ഏകദേശം നമ്മൾ ഇപ്പോൾ ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടിയുണ്ട്. അതായത് ഔട്ട്ലൈൻ്റെ ആ ഒരു കൺപീലി വരുന്ന ഒരു ഭാഗത്ത് ഒന്ന് ഡാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് വേണ്ടത് നമ്മുടെ റെഫറൻസ് പിക്ചേഴ്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് ടൂൾസിൽ ഇങ്കിങ് പെൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രേസ് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്ലൈൻ വരച്ചെടുത്തതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഇങ്കിങ് പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ ടോൺ വരയ്ക്കണം. അപ്പോൾ ഇനിയാണ് നമ്മുടെ പോസ്ചറൈസ് ഇമേജിൻ്റെ ഹെൽപ്പ് വേണ്ടി വരാം. നമുക്ക് നോക്കാം. ഇപ്പോൾ പോസ്ചറൈസ് ഇമേജ് ഞാൻ അൺഹൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കാം, ഓരോ ഷെയ്ഡ്സും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സെയിം നമ്മൾ റെഫറൻസ് പിക്ചേഴ്സിൽ കൊടുത്തിരിക്കുന്ന പോലെ അതിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ഏതാണ് ലൈറ്റ് ഷെയ്ഡ് ഉള്ളത് ആ ലൈറ്റ് ഷെയ്ഡ് പിക്ക് ചെയ്തിട്ട് ഇതിൽ കാണുന്ന ലൈറ്റ് ഷെയ്ഡിൽ മാർക്ക് ചെയ്യുക, മീൻസ് ട്രേസ് ചെയ്യുക. ഇനി സെക്കൻഡ് വണ്ണ് നമുക്ക് കൊടുത്തിരിക്കുന്ന പാലറ്റ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡാർക്ക് ഷെയ്ഡ്, അതായത് ലൈറ്റ് ടു ഡാർക്കിലേക്കാണ് ഒരു ഇത് വരുന്നത്, നമ്മുടെ ഈ ഒരു സ്കിൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്രേസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് സെയിം പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്ന ഇങ്കിങ് പെന്ന്. അതിൻ്റെ സൈസ് കൂട്ടിയിട്ട് ഞാൻ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തുടർന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ വരയ്ക്കുക, ട്രേസ് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യുക, ട്രേസ് എടുക്കുക, കളർ ഫില്ല് ചെയ്യുക, അങ്ങനെയുള്ളൊരു പാറ്റേൺ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത കളർ പിക്ക് ചെയ്തു, അതുപോലെ തന്നെ അവിടെ അപ്ലൈ ചെയ്യാണ്. ഇനി വീണ്ടും റെഫറൻസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കളർ പല്ലറ്റ്സ് അൺഹൈഡ് ചെയ്യുക. എന്നിട്ട് അതിലെ കളർ പല്ലറ്റ്സ് വീണ്ടും പിക്ക് ചെയ്തെടുക്കുക, കളർ പിക്കൽ യൂസ് ചെയ്തിട്ട് പിക്ക് ചെയ്തെടുക്കുക. പിന്നെയും നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കുക, സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് ഓരോ കളർ ടോൺസ് ഡാർക്ക് ടു ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ടു ഡാർക്കിലേക്ക് ഉള്ള കളർ ടോൺസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡാർക്കോ ഷെയ്ഡ്സോ മറ്റുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് പിക്ചർ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് റെഫറൻസ് പിക്ചറിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ടോണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കളർ പിക്കർ യൂസ് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് വയ്ക്കുക. അതായത് ഒരു റോ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വയ്ക്കുക ഒരു ലെയറിൽ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഷെയ്ഡ്സ് അനുസരിച്ച് കളേഴ്സ് പിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കണ്ണിൻ്റെ ഐബ്രോൻ്റെ മുകളിലുള്ള സ്കിൻ ടോൺ ഒക്കെ നമ്മൾ കളേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്മഡ്ജ് ചെയ്യാണ്. ഓക്കെ, പിന്നെ നമുക്ക് സ്മഡ്ജ് ചെയ്യണം. യെസ്, അപ്പോൾ നമുക്കിനി സ്മഡ്ജ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ സ്പഞ്ച് പെൻ എടുക്കുകയാണ്. ടൂൾസിൽ സ്പഞ്ച് പെൻ എടുത്തിട്ട് അതിൻ്റെ സൈസ് കൂട്ടിയിട്ട് ഫ്ലോ കുറച്ചിട്ടാണ്. അപ്പോൾ ഫ്ലോ നിങ്ങൾക്ക് കൂട്ടിയിട്ടാൽ കൂടുതലായിട്ട് സ്പ്രെഡ് ആവും. ഫ്ലോ കുറച്ചിട്ടാൽ അതിനനുസരിച്ച് സ്മഡ്ജ് ആവുള്ളൂ. അപ്പോൾ ഞാനൊരു 10 അല്ലെങ്കിൽ ഒരു 10 എന്നുള്ളൊരു ഇതിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു 10 അല്ലെങ്കിൽ ഇപ്പോൾ 30, 20 ഒക്കെ ഇട്ടാണ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ടൈം എടുത്തിട്ട് സ്മഡ്ജ് ചെയ്താൽ കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. ടൈം എടുത്ത് സ്മഡ്ജ് ചെയ്ത് അപ്പോൾ ഓരോ ഭാഗവും ഇതേപോലെ സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ സ്കിൻ പാറ്റേൺ കണ്ടാൽ അറിയാം. അതായത് ഐബ്രോൻ്റെ ഈ ഒരു അറ്റത്താണ് ലൈറ്റ് വന്നേക്കുന്നത്. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡാർക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഒരു സ്കിൻ പാറ്റേൺ നമുക്ക് കിട്ടും. ഓക്കെ,
അപ്പോൾ നന്നായി സ്മഡ്ജ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സ്മഡ്ജ് ചെയ്ത് നമ്മൾ സോഫ്റ്റ് ഇറേസർ വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് സ്മഡ്ജ് പെന്ന് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യുക, അതുപോലെ തന്നെ ഏത് ടൂളാണ് സ്മഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ആൻസറാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പോർട്രേറ്റ്, അതായത് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പോർട്രേറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം വരച്ചതിൽ കുറച്ച് കളേഴ്സൊക്കെ തെറിച്ചെടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം സ്മഡ്ജ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാനതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. ഒപ്പാസിറ്റി കുറച്ചിട്ട് ഹാർഡ് ഇറേസർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ തെറിച്ചെടുക്കുന്ന ഭാഗങ്ങളൊന്ന് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒരു സൈസ് കൂട്ടുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇറേസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് ഇറേസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നീറ്റായിട്ട് ഇറേസ് ചെയ്യാൻ പറ്റാതെ വരികയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം നമ്മൾ ഇറേസ് ചെയ്തത് എവിടം വരെ എത്രത്തോളം ഓക്കെ ആയിരുന്നു. അതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ കൂട്ടിയിടുകയാണ്. ഒപ്പാസിറ്റി കുറച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാനാണ്, റെഫറൻസ് ഇമേജ് താഴേക്ക് എടുക്കുകയാണ്. അപ്പോൾ മുകളിലാണ് നമ്മൾ വരച്ചത്. അപ്പോൾ നമുക്ക് ഇറേസ് ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസിയിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ പോർഷൻസ് എത്രത്തോളം ഇറേസ് ചെയ്യണമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും ഇതേ ഒരു പാറ്റേണിൽ തന്നെ വരച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ വരച്ച്. ഇനി സ്മഡ്ജ് പെന്ന് യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്മഡ്ജ് ചെയ്തെടുക്കണം ഒരേ ഭാഗം. ഓക്കെ, അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ടൈം എടുത്ത് സ്മഡ്ജ് ചെയ്തെടുക്കുക. സ്മഡ്ജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് സ്കിന്നിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഒരു രീതിയിലേക്ക് സ്മഡ്ജ് ചെയ്താൽ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, ഞാൻ ആ ഭാഗം ഒരു റൗണ്ട് ഷേപ്പാണ്, അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ സ്മഡ്ജ് ചെയ്യുന്നത്. നിങ്ങൾ അതിപ്പോൾ അപ്പ് ആൻഡ് ഡൗണൊക്കെ സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ മാറും. അതായത് ആ ഒരു കളർ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ പാറ്റേണിൻ്റെ ഒരു ഡയറക്ഷൻ മാറും. നമ്മൾ വരയ്ക്കുന്ന ഒരു പിക്ചറിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ ഒഴുക്കം അല്ലെങ്കിൽ ഫ്ലോ അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് സ്മഡ്ജ് ചെയ്യാം. അങ്ങനെ എല്ലാ ഭാഗവും സ്മഡ്ജ് ചെയ്തെടുക്കുക.
ഇപ്പോൾ സ്പഡ്ജിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വരച്ചതിൽ കുറച്ച് ഭാഗം തെറിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഒപ്പാസിറ്റി കുറച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാർഡ് ഇറേസറോട് നമുക്ക് മായ്ച്ച് കളയാം. ഓക്കെ, ഇപ്പോൾ റെഫറൻസ് പിക്ചർ ഹൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി ആയിട്ട് കാണാം എത്രത്തോളം ഭാഗം നമുക്ക് ഇറേസ് ചെയ്ത് കളയാനുണ്ടെന്ന്. ആ ഒരു ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ഇറേസ് ചെയ്ത് കളയുന്നു വെച്ചാൽ നമ്മളുടെ ഒരു റെഫറൻസ് പിക്ചർ ചെറിയൊരു സ്ക്വയറാണ്, അതുകൊണ്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ റെഫറൻസ് പിക്ചർ ഈ സ്ക്രീനിന് ഫിറ്റായിട്ട്, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാൻവാസിന് ഫിറ്റായിട്ട് വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇറേസ് ചെയ്ത് വരില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളർ പെല്ലറ്റ്സ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ വരച്ച സ്കിൻ ടോണിൻ്റെ ഡെപ്ത് കൂട്ടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ലെയർ ക്ലിക്ക് ചെയ്യുക, വരച്ച ലെയർ ക്ലിക്ക് ചെയ്തിട്ട് കളർ ബാലൻസ് എടുക്കുക, അതിൻ്റെ വാല്യൂസ് ഡിക്രീസും ഇൻക്രീസും ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ ഒരു സ്കിൻ കളറിൻ്റെ കളേഴ്സും ഡെപ്തും മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഏകദേശം സ്കിന്ന് വരച്ചു, ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ വരച്ചു. ഇനി നമുക്ക് ഐറിസും ഇതൊക്കെ വരയ്ക്കണം. അപ്പോൾ സെയിം ഞാൻ ആ ഇങ്കിങ് പെൻ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് കളർ പിക്കർ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കളർ പിക്ക് ചെയ്തു. എന്നിട്ട് അവിടെ തന്നെ വരച്ച് അപ്ലൈ ചെയ്യാണ്. കണ്ടോ, ഇങ്ങനെ വരച്ച് അപ്ലൈ ചെയ്ത് ഓരോ ഭാഗങ്ങളും ആക്യുറേറ്റ് ആയിട്ട് ഓരോ കളർ ടോണും അല്ലെങ്കിൽ ഓരോ കളറിൻ്റെ ചെറിയ വേരിയസ് ഡിഫറൻസ് അടക്കം നമ്മൾ പിക്ക് ചെയ്തിട്ട് അതേപോലെ വരച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് പിക്ചർ കിട്ടും. ഓക്കെ, വീണ്ടും ഒരു ഭാഗം എടുക്കുക, ഫിൽ ചെയ്യുക. ഇപ്പോൾ നോക്കാം, നമ്മൾ ഏകദേശം ആ ഒരു ഐറീസിൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്മഡ്ജ് പെണ്ണ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുക. നമ്മൾ ആ വരച്ച ഫില്ല് ചെയ്ത ഭാഗങ്ങളും കൂടിയും സ്മഡ്ജ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. നമ്മൾ സ്കിൻ ടോൺ ചെയ്തു, ഔട്ട്ലൈൻ ചെയ്തു, അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ ആ ഭാഗങ്ങളും നമ്മൾ വരച്ചു. ഇനി ആ സ്മഡ്ജ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്, അത് വേറൊരു ലെയറിൽ ഏറ്റവും മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയി തുടങ്ങി. വേണമെങ്കിൽ നമുക്ക് നേരത്തെ വരച്ചിപ്പോൾ ഐറിസിൻ്റെ അവിടെയുള്ള ആ റൗണ്ടും ആ കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു വൈറ്റ് ലൈൻസൊക്കെ കണ്ടില്ലേ, അതൊക്കെ അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഐറിസിൻ്റെ ലൈറ്റ്സും ലൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ ഹൈലൈറ്റ്സാണ് നമ്മുടെ പിക്ചർ റിയലിസ്റ്റിക് ആക്കാൻ കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വിട്ടുപോകാതെ അതേപോലെ തന്നെ വരയ്ക്കാൻ പരമാവധി, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ പിക്ചറിൽ ചെറിയ ചെറിയ തരി ഡോട്ട്സ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡോട്ട് എന്ന് പറഞ്ഞുള്ളൊരു ടൂളുണ്ട്. ആ ടൂള് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കാണുന്ന ആ സ്കിന്നിൽ കാണുന്ന ഒരു വൈറ്റ് ഡോട്ട്സ് ഒക്കെ കണ്ടില്ലേ, ഒരു ഗ്ലേസിങ്, അതൊക്കെ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ സൈസ് കൂട്ടിയും കുറച്ചും കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റും കൂടി നമ്മുടെ ഒരു പിക്ചറിലേക്ക് കിട്ടും. നിങ്ങൾ ടൈം എടുത്ത് അതിലെ ഓരോ ഡീറ്റെയിലിങ്ങും മൈന്യൂട്ടായിട്ട് ഓരോ ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്ററായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഔട്ട്ലൈൻ വരച്ചു, സ്കിൻ ടോൺ, ഐറിസ് ഭാഗങ്ങളൊക്കെ വരച്ചു, സ്മഡ്ജ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ പോർട്രേറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. കാരണം
ലെങ്ത്ത് കൂടുതലായിരിക്കും വീഡിയോൻ്റെ. ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെ ഒരുപാട് ഭാഗങ്ങൾ വരയ്ക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ വന്ന് പറയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ വരച്ച് എനിക്ക് അയച്ചു തരാം. സജഷൻസും കാര്യങ്ങളും ഡൗട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.